എത്ര വർഷമായിരുന്നു ഫിസ്റ്റുല ഉണ്ടായിരുന്നു? ഫിസ്റ്റുല 10 വർഷത്തിന് മേലായി തുടങ്ങിയിട്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നത്? അന്നിത് എത്ത് പഴുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു, പെയിനും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 10 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചു കുറെ നാളായി കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ വന്നു. അങ്ങനെയാണ് ഡോക്ടറെ ഞാൻ ഇങ്ങനെ കണ്ട് എനിക്ക് തീരെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം ആ മാസം തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങി. അപ്പൊ നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് നല്ല വ്യത്യാസം, ഒരു അസുഖക്കാരനാണെന്നുള്ള ഒരു ഇത് പോയി, അത്രേ നല്ലൊരു വ്യത്യാസമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ചേർത്തലയിൽ നിന്ന് ഇവിടുന്ന് ഉണ്ടാകുന്ന കാര്യം തന്നെ. അത്രയും ദൂരം മരുന്ന് യാത്ര ഡ്രൈവ് ചെയ്യാൻ മറ്റേ ഇരിക്കാൻ പറ്റില്ല. ഓഫീസിലാണെങ്കിലും മറ്റേ വാട്ടർ കുഷനൊക്കെ ഇട്ടായിരുന്നു. ഇപ്പൊ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല വ്യത്യാസമായിട്ടുണ്ട്. ഡോക്ടർ മരുന്നുകൊണ്ട് നല്ല വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളധികം ലിവറിനെ ഡൈജഷനൊക്കെയാണ് ശരിയാക്കിയത്, വയറാണ് ശരിയാക്കിയത്, പ്രധാനമായിട്ടും ദഹന പ്രവൃത്തിനെ ശരിയാക്കുക ചെയ്തത്. അപ്പൊ ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു, മാറി അല്ലെ? ഫാറ്റ് ലിവർ ഇപ്പോഴാണ് വർഷങ്ങളായിട്ട് ഗ്രേഡ് 1 നിന്നിരുന്നത്. നോർമൽ എല്ലാ വർഷവും സ്കാൻ നോക്കാറുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ പ്രശ്നമുള്ളവരാണ്. ഇപ്പൊ എന്റെ പേര് ഈ ലിവറിന്റെ ലിവർ സിറോസിസ് എന്നാണ് എന്റെ അമ്മാവന്മാരും കഴിക്കുന്നത്. ഒരാൾ ഡിസംബറിൽ മരിച്ചോളൂ. പാരമ്പര്യമായിട്ടുണ്ട് അവർക്ക്. ലിവർ സിറോസിസ് എങ്ങനെ വന്നാലും നമുക്ക് മാറ്റാൻ പറ്റുന്ന രോഗം കേട്ടോ. എത്ര മോശമായിട്ടുള്ളതാണെങ്കിലും നമുക്കിവിടെ മാറ്റാം. നമ്മൾ ഒരുപാട് മരിക്കാറായി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി ചെയ്തിട്ടുള്ളതാ. ഫാറ്റ് ലിവർ, ലിവർ സിറോസിസ് എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ട്, എളുപ്പം നമുക്കത്. അപ്പൊ അതുപോലെ തന്നെ ഷുഗർ കുറച്ചൊന്ന് കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഫിസ്റ്റുല എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു പേടിയും ആശങ്കയുള്ള ഒരു രോഗമാണ്. വന്നാൽ തലേന്ന് പോകാത്തൊരു രോഗമാണ്. പക്ഷെ നമ്മളെ പിന്നെ ഡയറ്റാണ്, ഡയറ്റ് മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രാധാന്യമുള്ളൂ. മരുന്ന് അധികം പ്രാധാന്യമില്ല. പക്ഷെ ഭക്ഷണം നമ്മളൊരു ദഹനക്കുറവ്, ലിവർ ഫങ്ഷൻസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് വന്നൊരു ഫിസ്റ്റുലായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കിയത്. അപ്പം ഈ പറഞ്ഞ പോലെ എണ്ണ മെഴുക്കുള്ളത്, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഒഴിവാക്കുക, അതൊക്കെ ഒഴിവാക്കണം. നെയ്യ്, വെണ്ണ, ചീസ്, ഭൂമിക്കടിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. പിന്നെ ബീഫ്, അങ്ങനെ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക. അതാണ് ഇവിടുത്തെ കേട്ടോ. എല്ലാവർക്കും അല്ല, ബാക്കിയുള്ള ചില ഫിസ്റ്റിലേക്ക് അത് കഴിക്കാം, മറ്റത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണം നന്നായി നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇതല്ല, എല്ലാം ലിവർ ശരിയായി, ലിവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതുമായിട്ട് മറ്റുള്ള എല്ലാം ശരിയായി, എല്ലാ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല, കുറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുള്ളൂ. അതിന്റെ ഒരു ബന്ധപ്പെട്ട് വരുന്ന അതായിരിക്കും മൊത്തത്തിലുള്ള ആശ്വാസം. നല്ല ഒരു വ്യത്യാസം ഇത്രയും മാസം കൊണ്ട് തന്നെ, മാസങ്ങളിലേ വളരെ സന്തോഷം. ഇന്നിങ്ങനെ ഇവിടെ എത്താൻ. അതെ അതെ.